പാറ്റകൾ ആരാന്ന് ചോദിച്ചവരോടെ കഴിഞ്ഞ 12 വർഷമായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ, അതായത് ഈ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളുടെ ഫ്യൂച്ചർ പോലും ഇല്ലാണ്ടാക്കും എന്ന് തോന്നിയിട്ടുള്ള ഒരു മന്ത്രിയുടെ രാജി ചോദിച്ച് വാങ്ങിച്ചിട്ടുള്ള ആളുകളാണ് പാറ്റകൾ എന്ന് ധൈര്യമായിട്ട് പറയാം. ഈ രാജ്യത്ത് 12 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് അഴിമതികളും ഒരുപാട് ഇത്തരത്തിലുള്ള ചെറ്റത്തരങ്ങളും കാണിച്ചിട്ടുള്ള സംഘ തീവ്രവാദികൾ, സംഘരാജ്യദ്രോഹികൾ. ഇത്രയും കാലം ഇവന്മാരുടെ ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിരുന്നു. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, പുല്ല് വിലയെന്ന് പറഞ്ഞ് നടന്നിട്ടുള്ള അതേ പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പാർട്ടിയിലെ ഒരു മന്ത്രി രാജിവെച്ച് പുറത്തോട്ട് തന്നെ പോയിട്ടുണ്ട്. കഴിഞ്ഞ 10-35 ദിവസങ്ങളായിട്ട് പാറ്റകളെ ഞങ്ങൾക്ക് പേടിയില്ല, പാറ്റകളെ മോദി ഹിറ്റടിക്കും എന്ന് പറഞ്ഞിട്ട് അവസാനം പാറ്റകളിട്ട വീണിട്ടുള്ള ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു മന്ത്രി അത് തുറന്ന് പച്ചക്ക് നമ്മളിതാ ഇന്ന് കണ്ടിട്ടുണ്ട്. क्या कहते थे, इस सरकार में इस्तीफे नहीं होते। क्या कहते थे, इस सरकार में इस्तीफे नहीं होते। हम कहना चाहते, झुकती है दुनिया, झुकाने वाला चाहिए। ये उन सभी बच्चों के लिए जिनकी जिंदगी धर्मेंद्र प्रधान ने लिए थे। प्रदीप मेघवाल, ऋतिक मिश्रा, सिद्धार्थ हेगड़े, भाग्यश्री, अंशिका पांडे, उमेश माली, रेणु मीना, प्रिया कुमारी थापा, शिवानी यादव, अनु गिरना, कहान पटेल, आकांक्षा चतुर्वेदी, रीमा बेगम, मैथिली अशोक सोनोग्रे, अवंतिका मौर्य, जतीन कुमार, गोपिका, शेख सना, व्यक्तियानंदम, ये वो बच्चे हैं जिनको आज न्याय ഇന്ന് കുറച്ച് ഒരു മണിക്കൂർ മുമ്പ് വരെ നമ്മുടെ നാട്ടിലെ സകല സംഘപരിവാണ ഗ്രൂപ്പുകളിലും സംഘപരിവാണ ഗോതി മീഡിയകളിലും ഞങ്ങളെ തൊടാൻ പറ്റില്ലടാ, ഞങ്ങളെ തൊടുന്നവരെന്ന് കാണട്ടടാ, അവിടെ തീവ്രവാദികൾ ഉണ്ടാക്കുന്ന സമരമല്ലടാ, അവിടെ ജിഹാദികളുടെ സമരമല്ലടാ ഒക്കെ പറഞ്ഞ് നടന്നവന്മാർ അവസാനം ഒരു തരത്തിലും, അതല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ള ജിഹാദിത്തരം ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ഒരു തരത്തിലുള്ള രാജ്യദ്രോഹവും ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, ഒരു തരത്തിലുള്ള മറ്റൊരു പ്രശ്നങ്ങളും ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കണ്ടുപിടിച്ചത് ഒരേ ഒരു കാര്യമാണ്, ധർമ്മേന്ദ്ര പ്രധാൻ കാണിച്ചത് അത് ചെറ്റത്തരമാണോ, അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്ന പാർട്ടി കാണിച്ചത് അത് ചെറ്റത്തരമാണ് എന്ന് കണ്ടുപിടിച്ചത് കൊണ്ട് അവസാനം മുട്ടുമടക്കി രാജിവെച്ച് പോയി. प्रदीप मेघवाल, ऋतिक मिश्रा, सिद्धार्थ हेगड़े, भाग्यश्री, अंशिका पांडे, उमेश माली, रेणु मीना,
रिया कुमारी थापा, शिवानी यादव, अनु गिरना, ताहान पटेल, आकांक्षा चतुर्वेदी, रीमा बेगम, मैथिली अशोक सोनवणे, अवंतिका मौर्य, जतिन कुमार, गोपिका, शेख सना, व्यक्तियानंदम. ഇനി നമ്മൾ വിചാരിക്കുന്ന രാജിവെച്ചതോടെ എല്ലാം കഴിഞ്ഞോ, അതോടെ തീർന്നോന്ന്. ഒരിക്കലുമില്ല. ഈ രാജിവെക്കുക എന്നുള്ളത് ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിട്ട് അവർക്ക് തോന്നുള്ളൂ ഇപ്പോൾ. അതായത് മുട്ടുമടക്കി മൊത്തം സംഘികളുടെ മുമ്പിൽ ഇങ്ങനെ തലകുനിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ രാജ്യം ഭരിക്കുന്ന സംഘ നേതാക്കൾക്ക് ഇപ്പോൾ ഉള്ളത്. അതായത് ഇത്രയും കാലം ഈ വിവരമില്ലാത്ത അന്ധഭക്തർക്ക് അതും ഇതും പറഞ്ഞുകൊടുത്ത് കയറ്റി കൊണ്ടുവന്നിട്ട് അവസാനം രാജിവെച്ചു എന്ന് പറയുമ്പോൾ സംഘികൾക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞ ബിൽഡപ്പും ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ അഴിച്ചു വിട്ടുകൊണ്ടിരുന്ന സകല ഈ ആളുകളെ തമ്മിലടുപ്പിക്കുന്ന തീവ്രവാദി പരിപാടികൾക്കൊക്കെ അങ്ങനെ കൊഴുത്തു നിൽക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ രാജിവെച്ചാൽ ശരിയാവുമെന്നായിരിക്കും നമ്മുടെ സംഘികൾ ചിന്തിക്കുന്നത്. സത്യമാണ്, ഇത് രാജിവെച്ചാൽ ശരിയാവില്ല. ഈ നിങ്ങൾക്കൊക്കെ തോന്നുന്നു ഈ രാജ്യോടുകൂടി പ്രശ്നങ്ങളൊക്കെ തീരുന്നു. ഒരിക്കലുമില്ല. ആ കാര്യങ്ങൾ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന സകല കള്ളത്തരങ്ങളും ഇവന്മാർ നടത്തും. പക്ഷേ ഈ ഒരു പ്രൊട്ടസ്റ്റ് ഇവർ വിചാരിച്ചതിലും ഒരുപാട് അപ്പുറത്തായി പോയി. ഉറക്കം കെട്ട് നരേന്ദ്രമോദി നേരിട്ട് വന്ന് ഓരോ ദിവസവും രാത്രി 1-2 മിനിറ്റുള്ള പോസ്റ്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അതിനിപ്പം മേക്കപ്പ് നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. ആകെ ഒരു ടെലിപ്രോംപ്റ്റർ മാത്രമേ പുള്ളി നോക്കിയിട്ടുള്ളൂ. ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഞാൻ വേണ്ടതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസം നിങ്ങൾക്ക് എനിക്ക് തന്ന സപ്പോർട്ട് ഭയങ്കര എന്ന് പറഞ്ഞു. 3ാമത്തെ ദിവസം രാജി വെക്കേണ്ടിയും വന്നു. അതാണ് ഇത്രയും ദിവസം ഇത്രയും കാലം മോദിനെ വരെ മിണ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോദിക്ക് സ്വന്തം മന്ത്രിനോട് രാജിവെച്ച് ഇറങ്ങിപ്പോടാ എന്ന് പറയേണ്ടി വന്നൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു ഈ ഒരു പ്രൊട്ടസ്റ്റ് നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മൾ വിചാരിക്കും കുറച്ച് കോക്രോച്ചുകൾ അവിടെ വന്നിട്ട്, അല്ലെങ്കിൽ കുറച്ച് യുവാക്കൾ അവിടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണോ ഈ രാജി? അത് മാത്രമല്ല, അതിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഇൻവോൾവ് ആവുക മാത്രമല്ല, രാജ്യം മൊത്തത്തിൽ ഇതങ്ങ് പരക്കാൻ തുടങ്ങി. അതായത് മോദിയുടെ പ്രതിച്ഛായ ഇന്റർനാഷണൽ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ലാത്ത രീതിയിലോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു നേപ്പാൾ പോലെ ആവുമോ, അല്ലെങ്കിൽ ഒരു ശ്രീലങ്ക പോലെ ആവുമോ, ഒരു ഇന്തോനേഷ്യ പോലെ ആവുമോ ഒക്കെ എന്ന് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു പേടി യഥാർത്ഥത്തിൽ ഇവർക്കൊക്കെ വന്നു. അതായത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു സംഭവം, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അഴിമതി, അതല്ലെങ്കിൽ ഇത്തരത്തിൽ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഇനി ഈ രാജ്യത്ത് ഈ പറഞ്ഞ ജൻസികളിൽ നിന്ന് മാത്രമല്ല ഈ രാജ്യത്തെ ഒരു ഗ്രൂപ്പ് പുറത്തിറങ്ങും. അവർ പച്ചക്ക് വന്നിട്ട് എത്ര ദിവസം വേണമെങ്കിലും സമരം ചെയ്യും എന്നുള്ള തോന്നൽ വ്യക്തമായിട്ട് ഈ സർക്കാർ അങ്ങോട്ടുണ്ടായി. ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ധർമ്മേന്ദ്ര പ്രധാൻ മാത്രമല്ല സകലതും രാജിവെക്കേണ്ടി വരും എന്നുള്ളൊരു തോന്നൽ ഇവരുടെ മനസ്സിലുള്ളതുകൊണ്ട് തൽക്കാലം ഒരു രാജി, അതാണ് ഇവിടെ ഇപ്പം നടന്നിട്ടുള്ളത്. ഇനി ഇയാളെ ചിലപ്പോൾ പിടിച്ചിട്ട് അടുത്ത ഈ മന്ത്രിസഭ പുനർക്രമീകരണം വരുന്നുണ്ട്. ആ സമയത്ത് ഇയാളെ പിടിച്ച് വേറെ വല്ല മന്ത്രിസ്ഥാനത്തൊക്കെ ഇരുത്താനുള്ള ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ 10-35 വർഷമായിട്ട് RSSന്റെയും BJPയുടെയും ഉറ്റതോഴനായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും വലിയൊരു പ്രവർത്തകനായിട്ടുള്ള ഈ ഒരു ധർമ്മേന്ദ്ര പ്രധാൻ, രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ഒരു ക്രിമിനൽ മന്ത്രി അങ്ങനെ വെറുതെ അങ്ങ് രാജിവെച്ച് പോകുന്നില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പൊസിഷൻ, വേറെ എന്തെങ്കിലുമൊക്കെ മന്ത്രിസ്ഥാനം കൊടുക്കാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഇന്ന് രാവിലെ വന്ന വാർത്താ പ്രകാരം ഈ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഇനി പുതുതായിട്ട് വരാൻ പോകുന്നത് നിർമ്മലാ സീതാറാമാണ്. കാരണം ഫിനാൻസ് മൊത്തം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു. ഇന്ത്യ പാപ്പരാസിയാകുന്ന എല്ലാ അവസ്ഥകളിലേക്കും എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ പൊതുമുതലെല്ലാം വിറ്റ് തീർത്തിട്ടുണ്ട്. അതോടുകൂടി ഇന്ത്യയുടെ ഒരു വലിയ എക്കണോമിക് ക്രൈസിസിലോട്ട്, ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലോട്ട് ഇന്ത്യ വരുന്നുണ്ട്. അത് കട്ടുമുടിപ്പിച്ച സ്ഥിതിക്ക് ഇനി നിർമ്മലാ സീതാറാമന് നമുക്ക് ഈ വിദ്യാഭ്യാസം കൊടുക്കാം എന്നുള്ള ചിന്ത അല്ലെങ്കിൽ തീരുമാനത്തിലോട്ടാണ് കാര്യങ്ങൾ എത്താനുള്ള ചാൻസസ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ പലരും അത് പറഞ്ഞിട്ടുണ്ട്. എന്തോ നമുക്ക് കണ്ടു തന്നെ അറിയാം ഇതേത് രീതിയിലോട്ടാണ് ഇനി കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത്. പക്ഷേ ഈ ഒരു സമരം ഇവിടം കൊണ്ട് തീരും എന്നാരും വിചാരിക്കേണ്ട. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഈ സമരം തൽക്കാലത്തേക്ക് ചിലപ്പോൾ ഒന്ന് ഹോൾഡ് ആവുമായിരിക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് BJP സർക്കാർ കാണിക്കുന്ന, മോദി സർക്കാർ കാണിക്കുന്ന ഏതൊരു കൊള്ളരുതായ്മക്കെതിരെയും ജനങ്ങൾ പ്രൊട്ടസ്റ്റും ബാക്കി കാര്യങ്ങളായിട്ട് നിരത്തിൽ ഇറങ്ങുകയും ചെയ്യും. ഇതുപോലെ രാജിവെപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ വ്യക്തത ഇപ്പം ഏകദേശം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതുവരെ അവിടെ സമരം ചെയ്തവർക്കും, അവിടെ പോയി അടി കൊണ്ടവർക്കും, അവിടെ പോയി കഷ്ടപ്പെട്ട് അവിടെ ഇരുന്ന് ഈ സമരത്തിൻ്റെ ഭാഗമായ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയാണ്, നന്ദി പറയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പുതിയ വരായികകളും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പുതിയ അപ്ഡേറ്റുകളും നമുക്ക് അടുത്ത വീഡിയോകളിൽ ചെയ്യാം. ബൈ.